അതെ, നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അംഗനവാടിയിൽ നിന്ന് ഓണപരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ നല്ല മസാല കൂട്ടുകറിയാണ്. അപ്പോൾ അവിടെ പൂവിടലും ഒക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടികൾ എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് കാണാം. പൂക്കളം റെഡിയായോ? പൂക്കളം റെഡി. നമ്മളെ അംഗനവാടിത്തെ പൂക്കളം സൂപ്പർ ആയിട്ടുണ്ട്. ആരാ പൂക്കളം ഇട്ടത്? എല്ലാരും. ഇതാണ് നമ്മൾ അംഗനവാടിത്തെ ടീച്ചറെ. അപ്പൊ ടീച്ചർ എന്തെങ്കിലും 2 വർത്താനം പറഞ്ഞാണ് ഓണത്തിനെ കുറിച്ച് നിങ്ങള്. ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഘോഷിക്കണ ഒരു ദേശീയോത്സവല്ലേ. പിന്നെ ഞങ്ങൾ എല്ലാ വർഷവും അംഗൻവാടിയിൽ ഇങ്ങനെ ആഘോഷിക്കും, കുട്ടികളും അമ്മമാരൊക്കെ കൂടിയിട്ട്. ഇന്നിപ്പോ എന്തൊക്കെയാ സദ്യ അല്ലേ? ഇന്ന് എല്ലാ വിഭവവും ഉണ്ട്. എല്ലാവരും ഓരോരുത്തരും അമ്മമാർ കൊണ്ടുവരികയാണ്. ഞങ്ങളും നമുക്ക് ഓണം ഉഷാറാക്കല്ലേ? ഉഷാറാക്കുക. എന്തിനാ കരയിടത്? ആരെ കാട്ടിയത്? ബലൂണുണ്ടല്ലോ കയ്യില്. അങ്ങോട്ടൊക്കെ അവള് സുന്ദരായിട്ട് ഇരിക്കണ്. ഇത് അടുത്ത ആള് ഇവിടെ. അപ്പൊ നമ്മളെ അംഗനവാടിത്തെ ഗെയിമുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഓണപരിപാടിയില്ല അച്ഛോ? ഓണപരിപാടി നമുക്ക് കാണാം കേട്ടോ. അതാ എല്ലാ കുട്ടികളും വരിവരിക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സ്പൂണും നാരങ്ങ വെച്ചെടുത്തത്. പരിപാടി മുട്ടായി പെറുക്കലാണ്. ഇനി എല്ലാരും വരിക്കി നിർത്തിയിട്ട് ആർക്കാ തോനെ കിട്ടിയെന്ന് നോക്കട്ടെ. എല്ലാരും വരിക്കിക്ക് കുഞ്ഞെ, ആർക്കാ കൂടുതൽ കിട്ടിയെന്ന് നോക്കാം. തിന്നരുത് 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 തിന്നരുത്. ആയിട്ടില്ല. കൈ അണിക്ക്, കൈ തുറക്ക്. കണ്ണിന് എത്രണ്ണം? 4 ഇവന് 2 നോക്കട്ടെ. എത്രണ്ണം കിട്ടി മുട്ടായി? എത്ര കിട്ടി? 2 മോക്ക് എത്ര കിട്ടി? എത്ര കിട്ടിയത്? എത്ര മുട്ടായി കിട്ടിയത്? 1 ഇവന് വാണിക്ക് എത്ര കിട്ടി? 2 എത്ര മുട്ടായി കിട്ടി നോക്കട്ടെ? 3 ആയിക്കോട്ടെ. അപ്പൊ ഫസ്റ്റ് ഇതവിടെ, സെക്കൻഡ് ഇതവിടെ. നിങ്ങൾക്ക് എത്ര കിട്ടി? നിങ്ങൾക്ക് എത്ര കിട്ടി? നിങ്ങൾക്ക് എത്ര കിട്ടി? അടുത്ത പരിപാടി കണ്ണ് കെട്ടി ബലൂണ് പൊട്ടിക്കുക. ഇങ്ങോട്ട് മാറി നിന്നാ അടിക്കുമ്പോ മേലെത്താം. അതാ എന്ത് കസാര കളിയാ അപ്പൊ അത്. കസാര കളിക്കണല്ലോ അവിടെ പൂക്കളത്തിന്റെ അടുത്ത് പോയി ഓടുന്നു. അമ്മ വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെതാ അതിഗംഭീരായിട്ടുള്ള ഓണപരിപാടികൾക്ക് ശേഷം നമ്മളിനി ഓണസദ്യ കഴിക്കാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ കുട്ടികളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതും ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതും ഹെൽപ്പറിൻ്റെ വീട്ടിൽ നിന്നുള്ളതും പിന്നെ നമ്മൾ അംഗനവാടീൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതും എല്ലാം കൂടിയുള്ള ഓണസദ്യയാണ് ഇപ്പോൾ ഇതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ
നമ്മളെ മക്കളിതാ ഇത്തവണത്തെ ആ ഒരു സ്വാദിഷ്ടമായിട്ടുള്ള ഓണസദ്യ കഴിക്കുകയാണ്. അപ്പോൾ അവർ ഇലയിലൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം, എന്തപ്പോൾ ഇത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. എന്നുള്ളതിന് വിപരീതമായിട്ട് അവർ ഇലകളിലൊക്കെ ചോറൊക്കെ വിളമ്പിയപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് അറിയില്ല, ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടൊക്കെ തന്നെയാണ് അവർ ഫുഡൊക്കെ കഴിക്കുന്നത്. അവസാനം പിന്നെ മക്കൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ കഴിയണില്ല. അവസാനം ഇതാ അമ്മമാർ വാരിക്കൊടുത്തുകാണ്ട് അവരെ കഴിപ്പിക്കേണ്ട അവസ്ഥയായിപ്പോയി. എന്തായാലും അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് അവർ ആസ്വദിച്ച് കഴിക്കണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഇത് നമ്മളെ ടീച്ചറെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ ഓണസദ്യ കഴിക്കാനായിട്ട് ടീച്ചറെ ക്ഷണിച്ചപ്പോൾ ഹസ്ബൻഡ് ഇതാ വന്നിട്ടുണ്ട്. അമിതാക്ക് സദ്യ ഇഷ്ടമായോ? ഇവിടെ ഒരാളും കൂടി ഉണ്ട്. അങ്ങനെ ഇതാ മക്കൾ നല്ല രീതിയിലൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അമ്മമാരും ടീച്ചറും ഹെൽപ്പറും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ആ ഒരു ഏതൊരു ഭക്ഷണത്തിനായാലും രുചി ഒന്നും കൂടി കൂടൂലേ. അപ്പോൾ ഈ കൊണ്ടുവന്നിട്ടുള്ള ഈ എല്ലാവരും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഓരോ വിഭവങ്ങളും അതിൻ്റേതായിട്ടുള്ള രുചികളുണ്ട്. അപ്പോൾ എല്ലാ രുചികളും കൂടി ഒരുമിച്ച് വായിൽ ഒരുപാട് രുചികളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാനും സന്തോഷം പങ്കുവയ്ക്കാനും ഒക്കെ ഉള്ളൊരവസരം കൂടിയാണ്. അപ്പോൾ വരും വർഷങ്ങളും ഇതേപോലത്തെ നല്ല നല്ല സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെയും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.